ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ വെറുതെ ഒരു 5:30 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ നടന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ വലിയ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ചുമ്മാ അങ്ങ് നടക്കാം. ഗൈസ്, അത് നോക്കും, മുളകും കൂടൊക്കെ ഉണ്ട്. ഗൈസ്, ഇവിടെ ആണെങ്കിൽ വേണ്ട കുറേ ഇതിലത്തെ മഞ്ഞപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇതുകൊണ്ട് ഇവിടെ 6 കാട് കയറി കിടക്കുന്നതുകൊണ്ടാണ് 6 കാണാത്തത് ഗൈസ്. ഇതൊക്കെ 6 ബട്ട് ഇവിടെ എല്ലാം കാട് കയറി അങ്ങ് അകമ്പറ്റി കിടക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു അടിപൊളി സ്പോട്ടുണ്ട്. ഇതുകൊണ്ട് ഈ മുളങ്കൂടെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റിയ സ്ഥലമാണ്. നല്ല രസമാണ് ഗായ്സ്. അവിടെ ആണെങ്കിൽ ഒരു തേങ്ങ മാത്രം ഒരു തെങ്ങി നിൽക്കുന്നു. അപ്പോൾ ഇത് പറിച്ചിടാൻ ഞങ്ങളുടെ അമ്മ ആവുന്ന ശ്രമിക്കുന്നുണ്ട്, ബട്ട് പറ്റുന്നില്ല ഗായ്സ്. ഇതൊക്കെ കണ്ടോ, മുളങ്കൂട്. ഇവിടെ ആണെങ്കിൽ ഒരാൾ തേങ്ങ കയറാനൊക്കെ ശ്രമിക്കുന്നു. ഓക്കെ, നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയാണെങ്കിലും ഈ കാടൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും, അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇതിലേ വഴി പോയി കഴിഞ്ഞാൽ അവിടെ കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ ആണെങ്കിൽ എന്താ പറയുക, പുളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ തേങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഭയങ്കര ശ്രമമായിരുന്നു, ബട്ട് സ്റ്റിൽ നമുക്ക് പറ്റിയില്ല. എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ അമ്മ വിറകൊക്കെ ഓടിക്കുന്നത് എന്തിനാണെന്നൊന്നും അറിയത്തില്ല. വിറക് ഓടിക്കുന്നത് ഗൈസ്, ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയാണോ ഈറയാണോ എന്നും അങ്ങനെ എന്തോ ഡൗട്ട് അടിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. എന്തോ ഒരു കാട് പോലെ ഇവിടെ ഇങ്ങനെ പിടിച്ചിപ്പോണ്ട്. ഗൈസ്, ഇവിടെ മുള. ഇവിടെ ആണെങ്കിൽ ഒരു തെങ്ങ് ഒരുമാതിരി വളഞ്ഞു പോയിരിക്കുന്നു. ഇതിൻ്റെ അകത്തൊക്കെ മീനുണ്ട്. പിന്നെ ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ ആണെങ്കിൽ നമ്മൾ അമ്പലത്തിലെത്തും. അപ്പം അവിടെ കാണുന്നില്ലേ, അതാണ് അമ്പലത്തിലെ കാള. നമ്മൾ കണ്ടു അമ്പലത്തിലെ കാളയെ. അതവിടെ മനസ്സമാധാനമായിട്ട് കഴിക്കട്ടെ. എൻ്റെ മദർശ്രീ ഇവിടെ കുത്തിയിരിക്കുന്നു ഗൈസ്. ഇത് നോക്കൂ, ഞാൻ ഇതിൻ്റെ വ്യൂ കാണിക്കാം. അതുകൊണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് അമ്പലം. നല്ല രസമാണ് ഗൈസ്. ഇവിടെ ഒരു വൈകുന്നേര സമയത്തൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കയറാതെ അതിനുശേഷം നമ്മളിപ്പോൾ കണ്ടത്തിൽ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കണ്ടത്തിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ മൊത്തം കാടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ടത്തിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ എല്ലാം വഴി നോക്കി തിരിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നടന്ന് പോകാം. അതിൻ്റെ കുറേ പിള്ളേർ ഇപ്പോൾ ഉണ്ട് ഗൈസ്. അപ്പോൾ പോവാണ് ഗൈസ്.